ഹായ് ഫ്രണ്ട്സ്, ഇതൊരു കുഞ്ഞ് ലഞ്ചാണ് ഞാനിന്ന് കാണിക്കണത് കേട്ടോ. അപ്പോൾ ഇന്നെനിക്ക് പനി പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഓഫീസിൽ പോയിട്ടില്ല. അപ്പോൾ ഞാനൊരു ചെറിയ ലഞ്ച്, നമ്മൾ ഉച്ചയൂണൊക്കെ കൊണ്ടുപോകണം, എനിക്ക് പൊതിച്ചോറ് കൊണ്ടുപോകുന്ന എനിക്ക് ഞാനൊരു ചെറിയ ലഞ്ച് ഉണ്ടാക്കി. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചീരയും ചെറിയ ചെറിയ കുറച്ച് ചീരയൊക്കെ ഉണ്ട്. അപ്പോൾ ചീരയും അങ്ങനെ ചെറിയ കൃഷി, വഴുതനങ്ങ, ചീര, കുരുമുളക്, വെണ്ടയ്ക്ക, തക്കാളി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പയർ, വലിയ പയറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊക്കെ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനിന്നൊരു ചെറുതായിട്ടൊരു ഊണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ്: മെഴുക്ക് പുരട്ടി, അച്ചിങ്ങ മെഴുക്ക് പുരട്ടി, ചീരയും പയറും കൊണ്ട് തോരൻ വെച്ചു. പിന്നെ തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തക്കാളി ഒക്കെ നന്നായിട്ട്, പച്ചത്തക്കാളി കുറേ തക്കാളി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ 2 തൈയാണുള്ളത്, പക്ഷെ നന്നായിട്ട് തക്കാളി പിടിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ചീര വെച്ചിട്ട്, ചീരയും പയറും കൊണ്ട് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കി. കുറച്ച് കൂടുതൽ ചീര കിട്ടി. അപ്പോൾ ഈവനിങ് എനിക്ക് കഞ്ഞിയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ തന്നെ കണ്ടാവും, കിച്ചൻ്റെ പുറത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെറുതായിട്ട് ഓരോന്നും വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത്രേ കിട്ടിയുള്ളൂ, പയർ ഇത്രേ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ ചെറുപയർ ആദ്യം വേവിച്ചിട്ടാണ് ചീര തോരൻ വെക്കണത്. അപ്പം ചമ്മന്തി ആദ്യം അങ്ങ് അരച്ചു വെച്ചു. നമ്മൾ കുറച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി വെച്ചിട്ട്, ഇഞ്ചിയും എല്ലാം കൂടി വെച്ചിട്ട് നന്നായിട്ട് കല്ലിലാണ് അരച്ചെടുത്തത്. അപ്പോൾ അതൊന്നും വീഡിയോ പിടിക്കാനുള്ളൊരു സാവകാശം കിട്ടിയില്ല കേട്ടോ. കാരണം കല്ലിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് നമ്മൾ ക്യാമറ വെക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്, ഒറ്റയ്ക്ക് ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്തില്ല. പക്ഷെ അച്ചിങ്ങ പയറൊക്കെ മെഴുക്ക് വരട്ടി, സവോളയും അച്ചിങ്ങ പയറും പച്ചമുളകും ഇട്ട് മെഴുക്ക് വരട്ടി എടുത്തു. ചീര തോരൻ ഇവിടെ നമ്മൾ തൈരുണ്ടല്ലോ, തൈര് കടുക് വറുത്തെടുക്കും. സാധാരണ തൈരായിട്ടും കൂട്ടുന്നത് നല്ലത്. ഞാനൊരു ഇത്തിരി കടുകും കറിവേപ്പിലയും ഒരു മുളകുണ്ടെങ്കിൽ മുളകും കൂടി പൊട്ടിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ തൈര് എടുക്കുക കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളയ്ക്കൊന്നും പാടില്ല, ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാവും. കാരണം ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത തൈരായിരുന്നു. അപ്പോൾ അതൊരു ടേസ്റ്റാണ്, നമ്മളൊന്ന് കടുക് വറുത്തെടുക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്, അതെനിക്കിഷ്ടമാണ്. അപ്പോൾ അതാണ് ചെയ്തത്. പിന്നെ മുട്ട എടുത്തു, കുറച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി അതിനകത്ത് അരിഞ്ഞ് ചേർത്തിട്ട് 2 മുട്ട ഇതേപോലെ തന്നെ ഒഴിച്ചു. ഒരു കൈ കൊണ്ട് അതിൻ്റെ ബാലൻസ് ഒക്കെ പോയി കേട്ടോ, ഇച്ചിരി പുറത്തൊക്കെ വീണു കേട്ടോ. അപ്പോൾ അതങ്ങനെയാണ് 2 മുട്ട. അപ്പം നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. മുട്ടയ്ക്ക് എണ്ണയോ കാര്യങ്ങളൊന്നും ചേർത്തില്ല, കാരണം നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവങ്ങളാണ്. എന്നിട്ടൊരു പ്ലേറ്റ് എടുത്തു, കുറച്ച് ചോറിട്ടു, ഒരു 3 സ്പൂൺ ചോറിട്ടു. കാരണം ഇച്ചിരി കൂടുതൽ തിന്നാമെന്ന് വിചാരിച്ചു. എനിക്ക് ചമ്മന്തിയും തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നത്തെ കാര്യം, ചീരയും പയറും കൂടി ഇട്ട് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനല്ലേ ചീരയും ചെറുപയറും. അപ്പോൾ പ്രോട്ടീനും അതിനനുസരിച്ചുള്ള എല്ലാം നമുക്ക് വൈറ്റമിൻസ് കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ അച്ചിങ്ങ പയർ അതൊരു സൈഡിൽ വെച്ചു. 2-3 സ്പൂൺ, കാരണം നമ്മളെപ്പോഴും ഒരു ഹാഫ് പ്ലേറ്റ് ചോറും ഹാഫ് പ്ലേറ്റ് വെജിറ്റബിൾസും കഴിക്കണമെന്നാണ് പറയണത്, ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. നമുക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ ചോറ് തിന്നും. അങ്ങനെയൊന്നും ചിന്തിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടൊന്നും ആരും അത്ര കോൺഷ്യസ് ഒന്നും അല്ല. നമുക്ക് ഇഷ്ടമുള്ള ഫുഡാണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ കഴിക്കും അല്ലേ. അപ്പോൾ കുറച്ച് ചമ്മന്തിയും ഒക്കെ വെച്ച്, കുറച്ച് തൈര്, കടുക് വറുത്ത തൈരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടുക് വറുത്ത തൈര് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കിട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇത് കൂട്ടാത്തവരുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഒരു മുളകും കറിവേപ്പിലയും കടുകും കൂടി ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് തൈരൊന്ന് ഒഴിച്ചൊന്ന് കലക്കി, നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ തൈര് ഒഴിക്കാൻ. അങ്ങനെ കടുക് വറുത്തൊന്ന് എടുക്കൂ. അതിൻ്റെ കൂടെ എനിക്ക് എക്സ്ട്രാ ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റായിട്ടുള്ളൊരു സാധനമാണത്. അതിപ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ നന്നായിട്ട് വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. കടുക് മാങ്ങ അച്ചാറില്ലാണ്ട് എൻ്റെ ലൈഫിൽ ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും കടുക് മാങ്ങയും കൂടി ഇട്ടപ്പോഴത്തേക്ക് അടിപൊളിയായി, കണ്ടില്ലേ. അപ്പോൾ ഞാനിങ്ങനെ പ്രാളപ്പെട്ട് എല്ലാം വാരി വിഴുങ്ങാണ്. നിങ്ങൾ ഈ ചോറ് തിന്നുന്ന കണ്ടിട്ട് എന്നെ എന്ന് വിചാരിക്കരുത്. കാരണം ആർത്തി മൂത്ത് വട്ടായതാണ്. കാരണം രാവിലെ ഒന്നും കഴിക്കാഞ്ഞിട്ട് 12 മണിയായിട്ടേ ഉള്ളൂ ഈ സമയം. അപ്പോൾ ആർത്തി മൂത്ത് വട്ടായതാണ്. ഓക്കെ ഗൈസ്.